ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞമ്മക്കൂടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് നാടൻ വെപ്പ് വെക്കാൻ പോവുകയാണ്. മത്തി മുളകിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതായിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ 2 ചെറുള്ളിയും പച്ചമുളകും അവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. തക്കാളിൻ്റെ ഞാൻ കീറിയിടാനൊന്നും നിൽക്കല്ല, മിക്സിയിൽ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അരിങ്ങാണ്ട് നിൽക്കാനൊന്നും നമുക്ക് വെച്ചാ, കാരണം നമുക്ക് തന്നെ മുളകിട്ടുങ്ങാണ്ട് കൂട്ടണം എന്നുള്ള ആ ഒരു പൂതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ മത്തി, 2 മത്തി, ഒരു 4 മത്തി പൊരിച്ചാനും ഒരു 4 മത്തി മുളകിടാനുമാണ്. അപ്പോൾ നമ്മളിതാ കുരുമുളകിൻ്റെ ആണ് കൂടുതലിടുന്നത് കേട്ടോ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിക്ക് വേണ്ട ഉപ്പും, ഒരു 1/4 സ്പൂണ് ചുവന്ന മുളകും പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് സുർക്കിയാണ് ഒഴിക്കുക. ചതപ്പ് ഇട്ടിക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് അതും ഒഴിക്കാൻ ഇട്ടിക്കണം. ഇനി ഒക്കെ കൂടി നമുക്ക് കോയമ്പി തിരുമ്പിങ്ങാണ്ടേ ആ മീനിൻ്റെ മസാല കൂട്ടിയാക്കട്ടെ. എന്നിട്ട് വേണം മുളകിടാനുള്ളത് താളിച്ചാൻ വെക്കാൻ. അപ്പോൾ ഇതുള്ളൂ മീൻ കേട്ടോ. നമുക്ക് പൊരിച്ചാൽ അത്ര ഉള്ളൂ, അത് മതി. ഒരു 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി. ഞാൻ അതൊന്നാണ് കോയമ്പി തിരുമ്പി വെച്ചിങ്ങാണ്ടേ. കൂടുതൽ മസാല ഒന്നും ഇല്ല കേട്ടോ. കാരണം കൂടുതൽ മസാല ഇല്ല പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലിട്ടാൽ മസാല കൂടുതലാവും. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വെച്ചിട്ടില്ല. അതിന് മാത്രമല്ല, പക്ഷേ കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതലിട്ടേക്കാണ്. ജലദോഷമല്ലേ, കുരുമുളക് ആവുമ്പോൾ നല്ലതാണ്. പിന്നെ അതുമല്ല കേട്ടോ, കുരുമുളക് ഇട്ടുകൊണ്ട് മത്തി കുരുമുളക് മാത്രം ഇട്ടുങ്ങാണ്ട് മറ്റുള്ള മഞ്ഞൾപ്പൊടിയും ചതപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകും പൊടി തീരെ ഇടാതെ. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മുളകും പൊടി കൂട്ടിയിരിക്കണം. ഈ മാങ്ങ നമ്മൾ കറി വെക്കാനാണ് കേട്ടോ. മാങ്ങ ഇട്ടുങ്ങാണ്ടാണ് നമ്മളിന്ന് പുളി ഇട്ടുങ്ങാണ്ടല്ല കേട്ടോ. ഇതാ ഒഴിഞ്ഞ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് വേവിച്ചിന്. ഇനി അതൊന്നുകൊണ്ട് ഉടച്ചിങ്ങാണ്ടേ ആ മാങ്ങ അയക്കണ്ട് പാർന്ന് കൊടുക്കണം. ഇതാ 2 അണി ഉലുവ ഇട്ടുകയാണ്. അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും അതും അയക്കാൻ ഇട്ടു. ചതപ്പും അയക്കാൻ ഇട്ടു. ഇനി ഇതൊക്കെ ഒന്ന് വാടട്ടെ. ഇതാ കരിവേപ്പിൻ്റെ ഇലയും. ഇത് നമ്മൾ തക്കാളിയാണ് കേട്ടോ. തക്കാളി നമ്മൾ മിക്സിയിലൊന്നും അടിച്ചേക്കാണ്, അരിഞ്ഞാണ്ട് നിന്നിട്ടില്ല. അപ്പം ഇനി അതുമൊക്കെ നല്ലോണം വാടിയിട്ടേ അതിക്കുള്ള മസാലയാണ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലോണം ഒന്ന് വാട്ടിങ്ങാണ്ട് നമ്മൾ ആ വാട്ടി വെച്ച മാങ്ങ അതിക്കാൻ ഇട്ട് കൊടുക്കണം. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഇതാ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുക്കണം കേട്ടോ. ഇതിക്കും ഇതാ 1/2 സ്പൂണ് മുളകും പൊടി. ഇതിക്കും നമ്മൾ ഇടുന്നത് കൂടുതൽ കുരുമുളക് ഇടുക കേട്ടോ. അത് ഇനി മീൻ ഇട്ടുങ്ങാണ്ട് ഒന്നിട്ട് തളിച്ചതിൻ്റെ ശേഷം കുരുമുളകിൻ്റെ പൊടി ആയിക്കാൻ ഇട്ട് കൊടുക്കണം. അത് ജീരകപ്പൊടി കേട്ടോ, പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ചതപ്പ് ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചപ്പോൾ അതിൽ ഇട്ടിക്കണം, പക്ഷെ അത് പോരാന്നൊരു തോന്നൽ. അപ്പോൾ കുറച്ചും കൂടിയാണ് ഇട്ട് കൊടുത്താണ്. ഞയ്ക്കുള്ള ഉപ്പും ഇട്ട് കൊടുത്തുങ്ങാണ്ടേ എന്നിട്ട് ഇളക്കിങ്ങാണ്ട് അവിടെ കിടക്കട്ടെ. ഞയ്ക്ക് ആ പുളി ഇതാ മാങ്ങ കേട്ടോ, അത് നല്ലോണം നോണ്ടി പിഴിഞ്ഞാണ്ട് നമ്മളവിടെ സേലത്ത് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. പക്ഷേ നമ്മൾ സേലത്ത് മീൻ വെക്കലില്ല, മീൻ വെച്ചിട്ടില്ല ഇതുവരെ. മാങ്ങ ഇട്ടുങ്ങാണ്ട് സാമ്പാറിലൊക്കെ മാങ്ങ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ റെഡിയാക്കാരം. എന്നാൽ ആ മാങ്ങൻ്റെ എന്തോ ഒരു ടേസ്റ്റാണ് മക്കളെ ആ മാങ്ങ തിന്നാൻ. അറിയോ, എനിക്ക് അങ്ങനെ അറിയില്ലേന്നു. നമ്മളിവിടെ അങ്ങനെ വെക്കലില്ല. നമ്മളിങ്ങനെ തോലൊക്കെ ചെത്തി ഇതാക്കിയിട്ടല്ലേ വെക്കുക. അപ്പം ഇതാ മീൻ വയ്ക്കാൻ ഇട്ട് കൊടുത്തേക്കണേ. ഇനി തുള്ളി കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണം. ഒന്നും തിളക്കട്ടെ. സേലത്ത് അങ്ങനെയാണ് മീൻ വെക്കലില്ല കേട്ടോ. ഇത് സാമ്പാർ വെക്കുമ്പോൾ മാങ്ങ ഇട്ടുങ്ങാണ്ട് മുരിങ്ങാക്കായി സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ആ മാങ്ങ തിന്നാനാണ് മക്കളെ ടേസ്റ്റ്. അപ്പോൾ എനിക്ക് മാത്രം ഒരു മാങ്ങൻ്റെ അണ്ടിയും ഒരു കഷ്ണമായി ഇട്ടിങ്ങനെ നോണ്ടി പിയ്യാതെ
അതെനിക്ക് തിന്നാനാണ്. കാരണം ഇവർക്കൊന്നും പറ്റിയില്ലെങ്കിലോ അത് വിചാരിച്ചിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ മാങ്ങ. നല്ല ടേസ്റ്റാണ് മാങ്ങ ഇങ്ങനെ കടിച്ചെങ്കിൽ തിന്നാൻ. ആ ഉപ്പും പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഉണ്ടാക്കാത്തപോലൊന്നും ഉണ്ടാക്കി വെക്കൊണ്ട്. നല്ല ടേസ്റ്റാണ് മക്കളെ. എന്നും പറയണ മാതിരി തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ മക്കളെ. നിങ്ങൾ ആ ലൈക്ക് ചെയ്തെങ്ങാണ്ട് കാണുകൊണ്ടി. മീനും ഇവിടെ പൊരിച്ചാനവിടെ വെച്ചിക്കണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ മാങ്ങൻ്റെ അണ്ടി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരണ്ടി ഈ ഒരു കഷ്ണം ഞാൻ അങ്ങനെ തന്നെ നോണ്ടിപ്പിക്കാതെ ഇട്ടതേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.